വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ വൻ ശക്തികൾ, അതായത് റഷ്യയും അമേരിക്കയും ഒന്നിച്ചു നിൽക്കുന്നു. അവരിപ്പോൾ ഒരു കുടക്കീഴിലാണ്. റഷ്യക്കെതിരെ യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിക്കണം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗദിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ രണ്ട് രാജ്യങ്ങളും സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാകണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് യൂറോപ്യൻ യൂണിയനുകൾ, നാറ്റോ സഖ്യങ്ങൾ. ഇപ്പോൾ അവർക്ക് ഇല്ലാത്തതുപോലെയാണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. കാര്യം ട്രംപ് പിന്മാറി. ട്രംപ് ഇനിയും നാറ്റോ ആയിട്ട് മുമ്പോട്ട് പോകാൻ ട്രംപിന് കഴിയില്ല. ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കക്കാരുടെ നികുതിപ്പണം കൊണ്ട് നാറ്റോ സഖ്യത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അവരവരുടെ സുരക്ഷിതം അവരവരേറ്റെടുക്കണം. അമേരിക്ക ഇനിയും അതിനുവേണ്ടി പൈസ ചിലവാക്കുകയില്ല എന്ന് ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ഈ രാജ്യങ്ങൾ അന്താളിച്ച് നിൽക്കുകയാണ്. ട്രംപിന് 10 പൈസ നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും നാറ്റോ രാജ്യങ്ങൾ? ഇവിടെ ഉക്രൈൻ നാറ്റോ രാജ്യത്ത് ചേരാൻ വേണ്ടിയാണ് അവിടെ ഇങ്ങനൊരു പ്രശ്നം സൃഷ്ടിച്ചത്, ഇങ്ങനൊരു യുദ്ധസാധ്യത ഉണ്ടായത്. അപ്പം അമേരിക്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എത്രയും വേഗം നിർത്തിക്കോണം യുദ്ധം. ഉക്രൈനുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക നിർത്തുന്നു. അത് തന്നല്ല, ബൈഡൻ്റെ കാലത്ത് ഉക്രൈനെ സഹായിച്ചതെല്ലാം എത്രയും വേഗം തിരികെ തരണം എന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി യുദ്ധം അവസാനിച്ചു. ഇനി പ്രശ്നപരിഹാരത്തിന് ചർച്ചയിലൂടെ നടക്കുകയുള്ളൂ. യുദ്ധത്തിലൂടെ ഒരു പരിഹാരവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ റഷ്യ പിടിച്ചെടുത്തേക്കുന്ന സ്ഥലങ്ങൾ ഉണ്ട്. ആ സ്ഥലങ്ങൾ റഷ്യ ഒരിക്കലും തിരിച്ചു കൊടുക്കുകയില്ല എന്ന് ട്രംപ് പറഞ്ഞു. അത് റഷ്യയുടെ ഭാഗമായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും ഉക്രൈന് വലിയൊരടി സംഭവിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉക്രൈന് ആയുധം കൊണ്ട് അമേരിക്ക സഹായിക്കത്തില്ല, പണം കൊണ്ട് സഹായിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഉക്രൈൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നാറ്റോ രാജ്യത്തിന് അവരെ സഹായിക്കാൻ കഴിയത്തുമില്ല. അങ്ങനെ ഉക്രൈൻ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് യുക്രൈൻ അറിയത്തില്ല. ആ അവസ്ഥയിൽ, ആ സ്ഥിതിയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ വൻ ശക്തികൾ ഇവിടെ ഒന്നിക്കുകയാണ്. ലോകത്ത് സമാധാനം ആവശ്യമാണ്. ആ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യങ്ങൾ ഒന്നിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു നല്ല തീരുമാനമെടുത്തത്. ബൈഡൻ അങ്ങനെയല്ല, ഏത് യുദ്ധത്തെയും ഞങ്ങൾ നേരിടും, റഷ്യ യുദ്ധത്തിനിറങ്ങിയാൽ ഞങ്ങളും ഇറങ്ങും, അതായത് ഉക്രൈന് ആവശ്യമുള്ള എല്ലാ ആയുധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉക്രൈൻ്റെ നമ്മുടെ ബൈഡൻ്റെ കാലത്ത് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നിർത്തി. അപ്പോൾ ഇനിയും ഉക്രൈൻ സഹായിക്കാൻ ആരുമില്ല. ആയുധം കൊണ്ടും പണം കൊണ്ടും സഹായിക്കാൻ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളാരും മുന്നോട്ട് വരുന്നില്ല. പലരും
അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നു. റഷ്യയും അമേരിക്കയും ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോക സമാധാനമാണ് ആവശ്യം. ഈ രണ്ട് രാജ്യങ്ങളുടെയും കയ്യിലിരിക്കുന്ന ബോംബുകൾ, അണുബോംബുകൾ, അത് പ്രയോഗിച്ചാൽ ഈ ലോകം നശിക്കും. അപ്പം ഈ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നത് നമ്മുടെ ലോകത്തിൻ്റെ സമാധാനമായി മാറുവാൻ ഇത് ഇടവരും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം അമേരിക്കയും റഷ്യയും കൂടി ഉണ്ടാക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ തന്നെ വരും. ഇനിയും അമേരിക്ക ഒന്നിനും എടുത്ത് ചാടുകയില്ല. വളരെ കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കൻ ജനത്തിൻ്റെ നികുതിപ്പണം എടുത്ത് ലോകരാജ്യങ്ങളെ രക്ഷിക്കാൻ ഇനി മുൻപോട്ട് അമേരിക്ക വരികയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും അവരുടേതായ നിലനിൽപ്പിന് അവർ തന്നെ സുരക്ഷിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുക. അമേരിക്കനെ അതിന് കൂട്ടുപിടിക്കേണ്ട. അമേരിക്ക അതിൻ്റെ ഒരു സഹായവും ചെയ്യുകയില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നല്ല കാര്യമാണ്. സമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്നും പിന്മാറും. ബൈ.